ഇടവെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 136ാമത് ജന്മദിനം ആഘോഷിച്ചു. തെക്കുഭാഗത്ത് DCC ജനറൽ സെക്രട്ടറി PS ചന്ദ്രശേഖരപിള്ളയും ഇടവെട്ടിയിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് AK സുഭാഷ് കുമാറും പതാക ഉയർത്തി. Congress Party Zindabad, 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 Congress Party Zindabad. Veere neele kodi vaaratte, veere neele kodi vaaratte, moovarna kodi vaaratte, moovarna kodi vaaratte, vaaniliyannu varakkate, vaaniliyannu varakkate. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യാദർശികമായി രൂപീകൃതമായ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്കല്ല, മറിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനും ഒരു വേദി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ബ്രിട്ടീഷുകാരൻ അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്ന് പറയുന്ന ഏവോ ഹ്യൂം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു ബ്രിട്ടീഷുകാരൻ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ ന്യൂഡൽഹിയിൽ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി 1885 ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി മുതിർന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ, ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കന്മാരെ വിളിച്ചുകൂട്ടി പ്രഥമ സമ്മേളനം ഡിസംബർ മാസം 28-ാം തീയതി ചേർന്നത്. പിന്നീട് ഇങ്ങോട്ട് ദേശീയ പ്രസ്ഥാനമായി അത് വളരുകയും ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം പിടിച്ചു പറ്റുന്നതിന് വേണ്ടി, ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് അടിയോടിക്കുന്നതിന് വേണ്ടി ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനമായി അത് മാറുകയും അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ആയിരക്കണക്കിന് ആളുകൾ, ധീര രക്തസാക്ഷികളായവരുൾപ്പെടെ, മരണപ്പെട്ടു പോയവരുൾപ്പെടെ നേതൃത്വം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറുകയും 1947 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഒരു വിമോചന പ്രസ്ഥാനമായി ഇന്ത്യ രാജ്യം. യോഗങ്ങളിൽ ഇടവെട്ടി മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ MB അഷ്റഫ്, ജോഷി തോമസ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ലത്തീഫ് മുഹമ്മദ്, മുതിർന്ന കോൺഗ്രസ് നേതാവ് PK രാഘവൻ, മണ്ഡലം സെക്രട്ടറിമാരായ ഷാജി പോൾ ചവിട്ടാനിയിൽ, അസീസ് വരിക്കമണ്ണിൽ, ലത്തീഫ് തോട്ടിപ്പറമ്പിൽ, ഫ്ലോയി തോമസ് തുരുത്തിക്കര, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുനി ബാബു, പഞ്ചായത്ത് മെമ്പർ അജ്മൽ ഖാൻ അസീസ്, കോൺഗ്രസ് നേതാവ് മുഹമ്മദ് അൻഷാദ്, ജോമാൻ തൊക്കംഭാഗം, അനി വർഗീസ്, അനീഷ് മാത്യു കോണിക്കൽ, കുര്യച്ചൻ കോടമള്ളിൽ, ബെന്നി അഞ്ചനാനിയിൽ, സാബു ശങ്കരപ്പിള്ള ഉറുമ്പാട്ടിൽ, സലീം മരുതങ്കൽ, ജോണി ചെന്തട്ടൽ, അജയ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴ. എന്റെ 3 പെൺമക്കളുടെയും കല്യാണം കഴിഞ്ഞു. ഇതിനെല്ലാം പറയൻചാലിൽ ജ്വല്ലേഴ്സിൽ നിന്നാണ് ഞാൻ സ്വർണ്ണമെടുത്തത്. നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയത് കിട്ടുമെന്നുള്ളത് മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ള സെലക്ഷനും ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടുകാരന്റെ അല്ലേ. മറ്റുള്ളവർ എന്തൊക്കെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഈ കുഞ്ഞു ആവശ്യങ്ങൾക്കൊക്കെ കേറി ചൊല്ലാനൊക്കോ? അല്ലേലും പറയൻചാലിൽ വന്നേ പിന്നെ ഒരു നുള്ളു പൊന്നാണെങ്കിൽ കൂടി അവിടെ നിന്ന് വാങ്ങിക്കാറുള്ളൂ. അതൊരു വിശ്വാസ. നമ്മുടെ പണത്തിന് ഏറ്റവും നല്ല സ്വർണം പിന്നെ എന്ത് വേണം? ഞാൻ എന്റെ ഓരോ സ്വർണവും പറയൻചാലിൽ നിന്നാണ് എടുക്കാറ്. ഏറ്റവും നല്ല ട്രെൻഡി കളക്ഷൻസ് ഏറ്റവും ചെറിയ വിലയിൽ, കൂടാതെ ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സിന്റെ ഒരു വലിയ ശേഖരവും. ഞാൻ ഹാപ്പിയാണ്. 100% 916 BIS ഹോൾമാർക്ക് ജ്വല്ലേഴ്സ്, പറയൻചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ.